ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഐശ്വര്യക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് നീ വെറുതെ അങ്ങ് പറഞ്ഞാ പോരാ. ഐശ്വര്യയുടെ പ്രണയം വെറും അഭിനയമായിരുന്നു. മോനെ എഴുന്നേക്ക്, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക്. വേണ്ട, വിശപ്പില്ല എനിക്ക്. മോനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നു എന്ന് കരുതി പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവോ? വന്ന് കഴിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? ഒരല്പം മനസ്സമാധാനം താനിക്ക്. എടാ, നീ എന്തിനാടാ ഏട്ടത്തിയോട് ദേഷ്യപ്പെടുന്നേ? അതിന് ഏട്ടത്തി എന്ത് തെറ്റാ ചെയ്തേ? അല്ല, ഇവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ നിൽക്കുന്നതില് ആരെ വിശ്വസിക്കണമെന്ന് അറിയാത്ത കൺഫ്യൂഷനിലായിരിക്കും ഇവനിപ്പോ. ഏട്ടനും ഏട്ടത്തിയും എന്ന് പറഞ്ഞാ ഇവന്റെ മനസ്സില് ദൈവങ്ങളുടെ സ്ഥാനമല്ലായിരുന്നോ? ആ ദൈവങ്ങൾ തന്നെ ഇങ്ങനൊരു ദ്രോഹം ചെയ്യുമെന്ന് ഇവൻ ഒരിക്കലും പ്രതീക്ഷ കാണില്ല. ആരായാലും തകർന്നു പോവും. സത്യം പറഞ്ഞാ എല്ലാം അറിഞ്ഞിട്ട് എനിക്ക് പോലും ഭക്ഷണം ഇറങ്ങുന്നില്ല. പിന്നെ ഇവൻ എങ്ങനെയാ ഏട്ടത്തി വന്നിരുന്ന് കഴിക്കുക? നോക്ക് പ്രണവ്, നിധിയെ നന്നായിട്ട് പഠിച്ചവളാണ് ഞാൻ. അവൾ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും. രക്തബന്ധം രക്തബന്ധം എന്ന് പറഞ്ഞാൽ പ്രാണൻ കൊടുക്കുന്നവളാണ് നിധി. അമ്മാവന്റെ മോളെ ഈശ്വരമംഗലം പോലെ ഒരു വീടിന്റെ മരുമകളാക്കണം. അതിനുവേണ്ടി ഗൗതമിനെ പോലും മയക്കി അവളുടെ പക്ഷം ചേർത്ത് നിർത്തിയില്ലേ ഇപ്പോ? വീണ്ടും ശിവാനിയെ നിനക്കൊപ്പം ചേർത്തല്ലാതെ നിധി അടങ്ങില്ല. നീ ശിവാനിയെ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. നിനക്കതില് താല്പര്യമില്ലാന്ന് എനിക്കറിയാം. പക്ഷേ ചോദ്യം അതല്ല. എത്ര നാള് നിധിയെ എതിർത്ത് നിനക്ക് പോരാടി നിൽക്കാൻ പറ്റും? അതിന്റെ പേരില് എത്ര നാളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കും? ചെല്ല് പ്രണവ്, എന്തെങ്കിലും ചെന്ന് കഴിക്കേ. ആന്റി എന്തു പറഞ്ഞു വരുന്നേ? ശിവാനിയുമായിട്ടുള്ള ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ലെന്ന് ആന്റിക്കും അറിയാം. പിന്നെ എങ്ങനെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും? എടാ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. ബുദ്ധിയുടെയും തന്ത്രത്തിന്റെയും കാര്യത്തില് ഞാൻ ഒട്ടും മോശമല്ല, അത് നിനക്കറിയാമല്ലോ. പക്ഷേ നിധിയുടെ കുതന്ത്രങ്ങൾക്ക് മുന്നില് ഈ ഞാൻ പോലും അടിപതറിയിട്ടുണ്ട്. ഉള്ളിൽ തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യത്തിനെ വിജയത്തിലെത്തിക്കാൻ ആരെ കൊല്ലാനും മടിക്കാത്തവളാണ് നിധി. ഒപ്പം ഗൗതം കൂടി ഉണ്ടെങ്കിൽ അവൾക്ക് ഇരട്ടി ശക്തിയാവും. ഒരു സുപ്രഭാതത്തില് ശിവാനിയും വിളിച്ചുകൊണ്ട് ഗൗതമും നിധിയും ഈ വീട്ടിലേക്ക് വന്നു കയറിയാ എന്ത് ചെയ്യും? പറയ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിധിയായിട്ട് ക്രിയേറ്റ് ചെയ്താ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ശിവാനിയെ ഞാൻ സ്വീകരിച്ചിട്ട് വേണ്ടേ? എടാ, ഒരു കാര്യം നീ ആലോചിച്ചു നോക്കി. നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവളാണ് ശിവാനി. അത് നീ മറക്കരുത്. വസു, അതൊക്കെ ശിവാനിയുടെ അഭിനയമാ. എന്റെ ഏട്ടത്തി, അങ്ങനെ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യുന്നതായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിൽ പോയി കിടക്കാൻ പറ്റുമോ? അതല്ല വസു, ശിവാനി ആത്മഹത്യയൊന്നും ചെയ്യില്ല. അത്തരത്തിൽ അങ്ങ് മനസ്സ് തകർന്നു പോകുന്നവളൊന്നും അല്ല ശിവാനി. ഏട്ടത്തി പറഞ്ഞത് പോയിന്റ്. നമുക്കറിയാവുന്ന ശിവാനി മനക്കെട്ടിയുള്ളവളായിരുന്നു. പക്ഷേ നിരന്തരം അവളോട് ഓരോന്ന് പറഞ്ഞുകൊടുത്ത് അവളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പരുവത്തിലേക്ക് എത്തിച്ചത് ആരാ? നിധിയല്ലേ? ശിവാനിയെ ഇളക്കി വിടാൻ വേണ്ടിയല്ലേ ഐശ്വര്യ എന്നും പറഞ്ഞൊരുത്തിയെ ഇവന്റെ മുന്നിലേക്ക് ഇറക്കി വിട്ട് നാടകം കളിച്ചത്? ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതിലിപ്പോ കൂടുതൽ തെറ്റ് ചെയ്തത് ആരാ? ശിവാനിയാണോ നിധിയാണോ? നിന്റെ ജീവിതം വെച്ചൊരു ചീപ്പ് ഗെയിം കളിച്ച നിധിക്ക് എന്ത് ശിക്ഷയാ നീ കൊടുക്കാൻ പോകുന്നത്? പറയ്. ഗൗതം ഒരു പാവ. അവൻ ഭാര്യയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു. പക്ഷെ അവള് കൃത്യമായിട്ടത് മുതലെടുക്കുകയല്ലേ ചെയ്യുന്നത്?
അതുകൊണ്ടാ ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചത്. നിധി ശിവാനിയെ പിടിച്ച് നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവളെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാ സ്വീകരിക്കില്ല എന്ന് പറയുന്നതിനപ്പുറം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കും ആവില്ല, ഈ നിൽക്കുന്ന ഏട്ടത്തിക്കും ആവില്ല. കാരണം വളം വെച്ച് നിധിയെ ഈശ്വരമംഗലത്തിന്റെ മച്ചിന്റെ മുകളിലേക്ക് നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് വളർത്തി വിട്ടുകഴിഞ്ഞു. ഇനി ആ വടവൃക്ഷത്തിന് കീഴിൽ നിൽക്കുകയല്ലാതെ ഒരാൾക്കും ഒന്നിനും ആവില്ല. വാക്കാലെ ഇറക്കി വിടുവെന്നും സ്വീകരിക്കില്ല എന്നും ഒക്കെ പറയാമെന്നല്ലാതെ ഒടുവിൽ നിനക്ക് കീഴടങ്ങേണ്ടി വരും. അതിനു മുന്നേ ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റുമോ നിനക്ക്? എന്ത്? ശിവാനിയെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാനുള്ള അവസരം നീ നിധിക്ക് കൊടുക്കരുത്. പിന്നെ നീയായിട്ട് തന്നെ ശിവാനിയെ പോയി കൂട്ടിക്കൊണ്ടുവരണം. ശിവാനി ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തുവെന്ന് പറഞ്ഞ് നീയായിട്ട് തന്നെ ജീവിതത്തിലേക്ക് കൂട്ടി ഇവിടേക്ക് കൊണ്ടുവന്നാ പിന്നെ നിധിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ നടക്കില്ല. ശിവാനിയെ ഒരിക്കലും ഞാൻ സ്വീകരിക്കാൻ പോകുന്നില്ല. ഇനി അഥവാ ശിവാനിയെ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായാലും അതിനുവേണ്ടി ഏട്ടത്തി അവളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാലും അതിപ്പോ ഇവിടെയുള്ള ആര് നിർബന്ധിച്ചാലും ഇനി എന്റെ അച്ഛൻ വന്ന് എന്റെ അടുത്ത് പറഞ്ഞാൽ പോലും ഞാൻ അവളെ അംഗീകരിക്കാൻ പോകുന്നില്ല. ശിവാനിയെ ഇവിടെ നിർത്തേണ്ട ഗതികേട് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. പക്ഷേ പിന്നെ ഞാൻ ഈ വീട്ടിൽ കാണില്ല, അത് ഉറപ്പാ.